കാരശ്ശേരി പഞ്ചായത്തിൽ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസി മുഖേന നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ കുടിവെള്ള പദ്ധതികളുടെ നവീകരണവും പുനരുദ്ധാരണവും ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര പദ്ധതിയുടെ ഭാഗമായി പദ്ധതി പങ്കാളികൾക്ക് വേണ്ടിയുള്ള വിശദീകരണ യോഗം നടന്നു. യോഗത്തിൽ KRWSA പ്രോജക്ട് മാനേജർ ജോർജ് മാത്യു പദ്ധതി വിശദീകരണം നടത്തി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസി മുഖേന നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ കുടിവെള്ള പദ്ധതികളുടെ നവീകരണവും പുനരുദ്ധാരണവും ലക്ഷ്യമിട്ടുള്ള സുസ്ഥിരതാ പദ്ധതിയുടെ ഭാഗമായി പദ്ധതി പങ്കാളികൾക്ക് വേണ്ടിയുള്ള വിശദീകരണ യോഗമാണ് സംഘടിപ്പിച്ചത്. പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് ജലനിധി പദ്ധതി നടപ്പിലാക്കിയ KRWSA ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ ഗുണഭോക്തൃ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി വഴി കുടിവെള്ള പദ്ധതികളുടെ നവീകരണം നടത്തുന്നതിൻ്റെ മുന്നോടിയായാണ് യോഗം ചേർന്നത്. പദ്ധതി ചിലവിൻ്റെ 10% ഗുണഭോക്താക്കളും 5% ഗ്രാമപഞ്ചായത്തും ഗുണഭോക്തൃ വീതമായി കണ്ടെത്തേണ്ടതുണ്ട്. 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കുടിവെള്ള പദ്ധതികളും നവീകരിക്കുന്നതിനുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു വരികയാണ്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അബ്ദുൽ അക്ബർ അധ്യക്ഷത വഹിച്ചു. KRWSA പ്രോജക്ട് മാനേജർ ജോർജ് മാത്യു പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് M. ദിവ്യ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിപ്സ ജോബിൻ, പഞ്ചായത്ത് അംഗങ്ങളായ സജി തോമസ്, ജംഷിദ് ഒളകര, പ്രോജക്ട് എഞ്ചിനീയർമാരായ എൽദോ ജോസ്, സുരേഷ് TS, അക്കൗണ്ടന്റ് ശ്രീകുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.